ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ കറിവേപ്പില. ഞാൻ എൻ്റെ വീട്ടിലെ കറിവേപ്പില എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പം ആദ്യം എൻ്റെ കറിവേപ്പിലയ്ക്ക് എന്താ പറയുക, അതിലൊട്ടും ഇലകളില്ല. അത് ഉള്ള എന്തെങ്കിലും രണ്ട് ഇലകളുണ്ടെങ്കിൽ അത് മൊത്തം പുഴു തിന്ന് പോവുക. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു കറിവേപ്പിലയുടെ ആഗ്രഹം. അപ്പോൾ ഞാൻ എവിടെ പോകുമ്പോഴും വെച്ചാൽ വീട് മാറുമ്പം ഷിഫ്റ്റ് ആകുമ്പം ഞാൻ എപ്പോഴും എൻ്റെ ഒരു കറിവേപ്പിലയും കൊണ്ടാണ് എല്ലായിടത്തേക്കും പോവുക കേട്ടോ. അതൊന്ന് നന്നായി കാണണം എന്നുള്ള ആഗ്രഹം, എന്താ പറയുക, നന്നായി ഇങ്ങനെ ഉണ്ടായി നിൽക്കണതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം വീട് മാറുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ ആ ഒരു കറിവേപ്പില എല്ലായിടത്തേക്കും ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഞാനിവിടെ ട്രിവാൻഡ്രം വന്ന ടൈമിൽ വാങ്ങിയ ഒരു കറിവേപ്പിലയാണ് അത്. ഇപ്പം ഇവിടെ വന്നിട്ട് 7 വർഷത്തോളമായി. ഈ ഒരു 7 വർഷവും ഈ ഒരു കറിവേപ്പില എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഇപ്പോഴാണ് എൻ്റെ കറിവേപ്പില ഒന്ന് പച്ച പിടിച്ച് വന്നത്, അല്ലെങ്കിൽ അതിലെ ഇലകൾ മൊത്തം പോവും. അതാകനെ ഒരു എന്താ പറയുക, ഇലകളൊക്കെ ഭയങ്കര ചെറിയ ഇലകൾ, ഭയങ്കര ഒരു ആരോഗ്യമില്ലാത്ത പോലെയാണ് ഇത്രയും കാലം എൻ്റെ ഈ ഒരു എന്താ പറയുക കറിവേപ്പില ഉണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പം ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് അതിലൊരു വീഡിയോ കണ്ടപ്പം അതേപോലെ ഞാൻ ചെയ്തു നോക്കി. ആ വീഡിയോ ചെയ്ത് നോക്കി അതേപോലെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കറിവേപ്പിലേക്ക് നല്ലൊരു മാറ്റം ഉണ്ടായി. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ടോപ്പിക്ക് എൻ്റെ കറിവേപ്പിലയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എൻ്റെ കറിവേപ്പിലയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് കറിവേപ്പിലയുടെ അടുത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കറിവേപ്പില. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു, ഇന്നിപ്പം രാവിലെ നല്ല കാറ്റാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഷേക്കാവുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കറിവേപ്പില കേട്ടോ. അപ്പോൾ അതിൽ ഒരു പുഴുവിനെ ബബ്ലു കണ്ടുപിടിച്ചിട്ടുണ്ട്. അവനാണ് ഈ എന്താ പറയുക കറിവേപ്പിലയുടെ പുഴുവിനെ കണ്ടുപിടിക്കുന്ന ആൾ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിലെ പുഴുവിനെ കണ്ടുപിടിക്കുക. ഇവർ ദിവസവും എന്താണ് 2 നേരവും ബബ്ലുവിൻ്റെ പണിയാണ്. ഇതിലെ പുഴുക്കളെ കണ്ടുപിടിക്കുന്നത് ബബ്ലുവിൻ്റെ പണിയാണ്. അങ്ങനെ അപ്പോൾ ഈ പുഴു ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൊന്നുകളയുക. ഈ പുഴുക്കളാണ് ഇതിലെ ഇലകൾ മൊത്തം തിന്ന് നശിപ്പിക്കുന്നത്. അതുപോലെ 8 കാലി അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയാം. അപ്പം ഈ ബബ്ലു എന്താ പറയുക പുഴുവിനെ കൊല്ലാനായിട്ട് സമ്മതിക്കുകയില്ല. അപ്പം അത് കാരണം എന്താ പറയുക, അവനില്ലാത്തപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയിട്ട് കൊല്ലും. ഇവനുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക മേടിച്ചുകൊണ്ട് പോയിട്ട് അപ്പുറത്തെങ്ങാനും കളയുകയേ ചെയ്യുള്ളൂ, അതിനെ കൊല്ലാൻ സമ്മതിക്കില്ല. അപ്പോൾ ശരിക്കും കൊന്ന് തന്നെ കളയണം, എന്നാലേ അല്ലെങ്കിൽ അത് വീണ്ടും ഈ ഒരു ഇതിൻ്റെ അടുത്തേക്ക് തന്നെ വരും. പക്ഷേ ഇവൻ അത് ചെയ്യാൻ സമ്മതിക്കില്ല. എന്നാലും നമ്മൾ എന്താ പറയുക, നമ്മൾ 2 നേരവും ദിവസവും 2 നേരവും നമ്മൾ എന്താ പറയുക ഇതിൽ പുഴുണ്ടോ എന്നൊക്കെ കാര്യം നമ്മൾ നോക്കണം. പിന്നെയുള്ള കാര്യമാണ് ഇതിൽ ഈ ചെറിയ ഇങ്ങനെ വരണ തളിരുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ നുള്ളിക്കളയുക. അപ്പോൾ അവിടെ നിന്ന് പുതിയ ബ്രാഞ്ചസ് വരും. അപ്പം അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബബ്ലു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് ഈ ഇലകളൊക്കെ. അപ്പോൾ അതിനിങ്ങനെ നുള്ളിക്കൊടുക്കുമ്പോൾ അവിടെ നിന്ന് പുതിയത് വരും. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരുപാട് എൻ്റെ ഇലകൾക്ക് മാറ്റം ഉണ്ടായി തുടങ്ങിയത്. എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ വരാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഒറ്റൊരു ഇതിലിങ്ങനെ പോവായിരുന്നു. അപ്പോൾ ആ ബബ്ലു വേറൊരു പുഴുവിനെയും കൂടെ എനിക്ക് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ അവൻ സമ്മതിച്ചില്ല, അവൻ അതിനെയും കൊണ്ട് പോവുകയാണ്. അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അവൻ എന്താണ് അതിനെ കൊല്ലാൻ സമ്മതിക്കില്ല, അവൻ്റെ ഒരു പണി അതാണ്. അപ്പോൾ അതിനെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കളയും. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക പുഴുവിനെ നോക്കുക, പിന്നെ ഇതേപോലെ തളിര് അതുണ്ടെങ്കിൽ അതിങ്ങനെ നുള്ളിക്കൊടുക്കുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാക്സിമം എന്താ പറയുക നമ്മുടെ എന്താ പറയുക ഒരു 50% നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. പിന്നെ ഞാൻ ചെയ്യണത് എന്ന് പറയണമെങ്കിൽ, അതിപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചില്ല, എൻ്റെ കയ്യിൽ ഈ എന്താ പറയുക കാണിക്കുന്നില്ല കേട്ടോ, എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞത്, അതാണ് ആകെ ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുന്ന ഒരു വളം എന്ന് പറയുന്നത്. ആ ഉള്ളിയും വെളുത്തുള്ളിയുടെ ഒക്കെ തൊലി ഉണ്ടല്ലോ, ആ തൊലി ഞാൻ എന്താ പറയും ഇതിൻ്റെ കടക്കിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് വല്ല മണ്ണിളക്കാന്ന് പറയില്ലേ, ഇടയ്ക്ക് ഒന്ന് മണ്ണിളക്കി കൊടുക്കുകയും ചെയ്യും. അത്രയാണ് വളത്തിൻ്റെ പരിപാടിയുള്ളൂ, പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ തളിരുകൾ ഇങ്ങനെ കളയാം, അതാണ് മെയിനായിട്ടുള്ള കാര്യം.
ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ബബ്ലു ആണ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ നടക്കുന്നത്. അപ്പോൾ ഈ കൂടെ നടക്കണതിന് നമ്മൾ വെറുതെ ഒന്നും കൂടെ നടക്കുന്നില്ല, അതിനെന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്താലേ നമ്മുടെ കൂടെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വരുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. അപ്പോൾ ഇവനിപ്പോൾ ചെയ്തു കൊടുക്കേണ്ടത്, ഞാൻ ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറയുന്നത് അവൻ്റെ നോട്ട്സ് എഴുതി കൊടുക്കണം. 2 ദിവസം സ്കൂളിൽ പോയിരുന്നില്ല, അപ്പം നോട്ട്സ് ഉണ്ട് പെൻഡിങ്. അപ്പോൾ ആ നോട്ട്സ് അമ്മ എഴുതി തരണം, EVS മലയാളം അമ്മ എഴുതി തരണം എന്നാണ് ആളുടെ ഒരു എന്താ പറയുക. അത് മുന്നോട്ട് വെച്ചിട്ടാണ് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടെ എങ്ങനെയാണെങ്കിൽ. പിന്നെ അദ്ദേഹം എന്താ പറയുക, ബബ്ലു എന്താ പറയുക, നമ്മുടെ പുഴുവിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ നടക്കുന്നത് കേട്ടോ. പുഴുവിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കൊല്ലാൻ സമ്മതിക്കില്ല. അവൻ്റെ കയ്യിലിരിക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പം ഈ കറിവേപ്പിലയുടെ ചോട്ടിൽ വളർന്നതാണ്. അപ്പോൾ അതിനെ എടുത്തിട്ട് വേറൊരു ചട്ടിയിൽ നടാമെന്ന് പറഞ്ഞിട്ട് ബബ്ലു അത് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അവൻ്റെ ആഗ്രഹമല്ലേ, അതേപോലെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനത് കയ്യിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കൊടുക്കണം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇലകളിലും എല്ലാ ഇലകളിലും ഇങ്ങനെ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇലകളിൽ ഉള്ള മറ്റ് ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും, അതിലുള്ള അഴുക്കുകളൊക്കെ പോയിക്കോളും. പിന്നെ നമ്മുടെ ഇല എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പം ഇത് മെയിനായിട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ കടക്കയിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് ഇങ്ങനെ നേർപ്പിച്ചിട്ട് അതിൽ കുറേ വെള്ളം ആഡ് ചെയ്തിട്ട് അതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ എല്ലാ ഇലകളിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ കടക്കിലും ഒഴിക്കുക. ഇത്രയും ചെയ്താൽ മതി. വേറെ ഒന്നും നമ്മൾ നമ്മുടെ കറിവേപ്പിലേക്കായിട്ട് ചെയ്ത് കൊടുക്കണ്ട. 2 നേരവും വെള്ളം ഒഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പറ്റുന്നിടത്തോളം വെള്ളം ഒഴിക്കുക. നമ്മളിപ്പോൾ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ വീട്ടിലുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 2 നേരം ഒരു കുറച്ച് വെള്ളമായാലും നമ്മൾ 2 നേരം ആ ചെടിക്ക് കൊടുത്താൽ ഇത്രയൊക്കെ ചെയ്താൽ മതി, നമ്മുടെ കറിവേപ്പില നന്നായിട്ട് വരും. പിന്നെ ഞങ്ങൾ ചെയ്തത് മുളക് മുളപ്പിക്കാൻ വേണ്ടിയിട്ടോ. ഇതിന് മുന്നേ ഞാൻ മുളക് മുളപ്പിക്കാനായിട്ട് ചെയ്തപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ വിത്ത് വിതറിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മണ്ണിട്ട്. അപ്പോൾ അത് മുളച്ച് വന്നില്ല കേട്ടോ. ഒരു 2-3 ആഴ്ച ഞാൻ വെയിറ്റ് ചെയ്തു, അത് മുളച്ച് വന്നില്ല. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടു, ഇങ്ങനെ വെറുതെ ഇങ്ങനെ മണ്ണെടുത്തിട്ട് വെറുതെ ഇങ്ങനെ വെതറിയാൽ മതി, നമ്മൾ അതിൻ്റെ മുകളിൽ മണ്ണിടണ്ട. പിന്നെ വെള്ളം തളിച്ചു കൊടുത്താൽ മതി, കുത്തനെ ഒഴിക്കരുത്, വെള്ളം തളിച്ചു കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ഇത് സക്സസ് ആയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള ആ മുളകുകളൊക്കെ നടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിക്കുകയാണ്, എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണെന്നപ്പം ശരിയാവണമെങ്കിൽ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ വെള്ളം തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ, അല്ലാതെ നമ്മൾ കുത്തനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വിത്ത് ഡാമേജ് ആവും. എന്താ പറയുക, അപ്പം നമ്മളിപ്പോഴും അത് എന്താ പറയുക, ആവുന്നവരെ മുളച്ച് വരുന്നവരെ നമ്മളെന്താ വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പോൾ 2 നേരവും തളിച്ചു കൊടുക്കണമെന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതേപോലെയൊക്കെ ചെയ്തിട്ട് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ്സായിട്ട് അത് പറയുക, നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് പറയുക. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.